സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയോരത്ത് മഴ ശക്തം, വിവിധയിടങ്ങളിൽ മരം വീണും മണ്ണിടിഞ്ഞും അപകടം. മൂന്നാർ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. NDRF സംഘം ജില്ലയിലെത്തി. ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കാറ്റും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിൽ ചിന്നക്കനാൽ സിംഗുകണ്ടം നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തി കാട്ടാന സിംഗുകണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി. അമുദ സുരേഷിന്റെ വീട് തകർക്കുന്നത് 2ാം തവണ. മൂന്നാറിൽ ആളുകളെ ആക്രമിച്ച തെരുവ് നായ ചത്തു. 2 ദിവസങ്ങളിലായി നായയുടെ കടിയേറ്റത് 10 പേർക്ക്. ഇന്ന് കടിയേറ്റ് 2 പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചിന്നക്കനാൽ സിംഗുകണ്ടംകാരുടെ പട്ടയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഭൂമി സർവേ നടത്തണമെന്ന തഹസിൽദാർക്ക് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. നടപടി റവന്യൂ മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ. വിശദമായ വാർത്തകളിലേക്ക്. മലയോരത്ത് മഴ ശക്തമായി തുടരുന്നു. വിവിധയിടങ്ങളിൽ മരം വീണും മണ്ണിടിഞ്ഞും അപകടം. മൂന്നാർ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കല്ലാർകുട്ടി, പാമ്പ്ള, മലങ്കര അണക്കെട്ടുകളിൽ പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. NDRF സംഘം ജില്ലയിലെത്തി. ജാഗ്രത പാലിക്കണമെന്ന ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. കാലവർഷം കനത്തു പെയ്യുകയാണ് ഇടുക്കിയിൽ. വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുത പോസ്റ്റുകളും ലൈനുകളും നശിക്കുകയും ചെയ്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ റാണിക്കല്ലിന് സമീപം പുലർച്ചെ 4 മണിയോടെ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അടിമാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ഇതോടൊപ്പം രാജകുമാരി കുമ്പപ്പാറയിൽ ഏലത്തോട്ടത്തിൽ നിന്ന് മരം റോഡിലേക്ക് കടപുഴകി. വൈദ്യുത ലൈനുകളും തകർന്നു. നാട്ടുകാരും KSEB അധികൃതരും ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത്. രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാരികളുടെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കണ്ണൂരിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾ റിസോർട്ടിന് മുൻവശത്ത് വാഹനം നിർത്തി ഇറങ്ങി മാറിയതിന് പിന്നാലെയാണ് മരം കടപുഴകി വീണത്.
അടിമാലി ഇരുട്ടുകാനത്ത് മരം കടപുഴകി വീണു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ആനച്ചാലിലും മൂന്നാർ മറയൂർ റോഡിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാജാക്കാട് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. കാർ ഭാഗികമായി തകർന്നു. രാജാക്കാട് പൊന്മുടി ഭാഗത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം മരം മുറിച്ചു മാറ്റി. മഴ ശക്തമായതിനെ തുടർന്ന് ജില്ലയിൽ ഒരു ക്യാമ്പും തുറന്നിട്ടുണ്ട്. മൂന്നാറിലാണ് ക്യാമ്പ് തുറന്നത്. അപകട ഭീഷണി നിലനിൽക്കുന്ന അന്തോണിയാർ കോളനിയിലെ ആളുകളെയാണ് മൂന്നാർ കാർമൽഗിരി പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ക്യാമ്പ് തുറന്ന് മാറ്റി പാർപ്പിച്ചത്. 19 പേരാണ് ക്യാമ്പിലുള്ളത്. ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ നിലവിൽ തുറന്നിരിക്കുന്ന പാമ്പ്ള, കല്ലാർകുട്ടി, മലങ്കര അണക്കെട്ടുകളിൽ നിന്നും പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിൽ അടിയന്തര സാഹചര്യം നേരിടാൻ NDRF സംഘവും ജില്ലാ ആസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ഗോത്രവർഗ മേഖലയിലും ആറാട്ടുകളെ നിയോഗിച്ചു. മരം വീണ് മലയോരത്ത് താറുമാറായ വൈദ്യുത ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപകട സാധ്യത കണക്കിലെടുത്ത ദേശീയപാതയിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാനും ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കനത്ത മഴയിൽ ഗ്യാപ് റോഡ് മണ്ണിടിച്ചിൽ ഭീഷണി. തോരാതെ മഴ പെയ്തതോടെ ദേശീയപാതയ്ക്ക് മുകളിലുള്ള ഭാഗങ്ങളിൽ പലയിടത്തും ഉറവകൾ രൂപം കൊണ്ടിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നീരൊഴുക്ക് ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മഴക്കാലമായാൽ വലിയ ഭീതിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര. കാലവർഷം ആരംഭിച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ ശക്തമായി പെയ്തതോടെ ഗ്യാപ് റോഡ് ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ദേശീയപാതയ്ക്കായി മണ്ണെടുത്തിരിക്കുന്ന പല ഭാഗത്തും പുതിയതായി ഉറവച്ചാലുകൾ രൂപപ്പെട്ടു. മൺതിട്ടയായ ഭാഗങ്ങളിലെ ഉറവച്ചാലുകളിൽ നീരൊഴുക്കും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇത് മണ്ണിടിച്ചിൽ ഭീഷണി ഉയർത്തുന്നു. ഇത്തവണ മഴ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് കൂറ്റൻ പാറക്കല്ലുകൾ അടർന്നു വീണിരുന്നു. തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി ജില്ലാ കളക്ടർ നിരോധിക്കുകയും ചെയ്തു. മണ്ണ് നീക്കം ചെയ്തതോടെ നിരോധനം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളുടെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. സിറ്റി വിഷൻ, ബൈസൺ വാലി. മഴക്കാലമായതോടെ അപകട ഭീഷണി ഉയർത്തി അയ്യപ്പൻകോവിൽ പഴയ ഗ്രേസ് ഗാർഡൻ പടിഭാഗത്തെ വൈദ്യുതി ലൈനുകൾ. മരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകൾ പ്രദേശത്തെ ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അയ്യപ്പൻകോവിൽ പഴയ ഗ്രേസ് ഗാർഡൻ പടിഭാഗത്താണ് പ്രദേശത്തെ ആളുകളുടെ ജീവന് തന്നെ പുല്ലുവില നൽകി വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നത്. മേഖലയിൽ പല ഭാഗങ്ങളിലും വൈദ്യുതി ലൈനുകൾ മരങ്ങൾക്കിടയിലൂടെയും കാടുപടലങ്ങൾക്കിടയിലൂടെയുമാണ് കടന്നു പോകുന്നത്. മഴക്കാലമായതോടെ ഏറെ ഭീതിയോടെയാണ് പ്രദേശത്തെ ആളുകൾ ഇവിടെ താമസിക്കുന്നത്. ഇതോടൊപ്പം ഇടശ്ശേരിയിൽ സോണി എബ്രഹാം എന്ന വ്യക്തിയുടെ വീടിന് സമീപം മരച്ചില്ലകൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ കൊച്ചു കുട്ടികൾക്കുൾപ്പെടെയുള്ളവർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ആ ലൈൻ കമ്പി ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നത് കണ്ടോ? നിർത്തും അപകട ഭീഷണിയാണ്. കൊച്ചു പിള്ളേരുള്ളതാണ് ഇവിടെ. ശരിക്കും അപകടകരമായ അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. പേടിയാണിത്. എങ്ങനെയാണ് കുഞ്ഞു പിള്ളേർ ഇതിൻ്റെ ഇടയ്ക്കൂടെ? പലതവണ KCB ഓഫീസിലും ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടും പ്രദേശത്ത് വൈദ്യുതി ലൈനുകളിൽ മുട്ടി നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റി അപകട സാധ്യത ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നും ആരോപണമുയരുന്നു. അടിയന്തരമായി മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി തരണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, അയ്യപ്പൻകോവിൽ. അയ്യപ്പൻകോവിൽ ചിറ്റലക്കാട്ടുപടിയിൽ ജലജീവ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്ത ഭാഗങ്ങളിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് പ്രദേശവാസികൾക്ക് ആകെ ദുരിതം വിതയ്ക്കുന്നു. മഴവെള്ളം കെട്ടിനിന്ന വലിയ രീതിയിലുള്ള ചെളി റോഡിൽ നിറഞ്ഞതിനാൽ വാഹന കാൽനട യാത്രക്കാർക്കും ഏറെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. ഒരാഴ്ച മുൻപാണ് പ്രദേശത്തെ മണ്ണ് വഴിയിലൂടെ ജലജീവ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി റോഡിന് നടുവിലൂടെ കരാറുകാർ കുഴിയെടുത്തു പോയത്. എന്നാൽ അശാസ്ത്രീയമായ പൈപ്പിടിയിൽ നടത്തിയതിനാൽ റോഡിന്റെ 200 മീറ്റർ അധികം ഭാഗത്ത് മഴവെള്ളം കെട്ടിനിന്ന് വലിയ രീതിയിലുള്ള ചെളിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ 10ഓളം വരുന്ന വീട്ടുകാർ ആകെ ആശ്രയിക്കുന്ന റോഡിൽ ചെളിയും മണ്ണുകളും നിറഞ്ഞതോടെ വാഹന ഗതാഗതവും കാൽനട യാത്രയും ഏറെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. എല്ലാ വണ്ടിയും പോയിക്കൊണ്ടിരുന്ന റോഡായിരുന്നു.
അവര് മൊത്തം ഇത് വന്ന് കുത്തിയും പൊളിച്ചിട്ട് ഇപ്പം മനുഷ്യന് നടക്കത്തില്ല. അതുപോലെ തന്നെ ഈ റോഡ് കിടക്കുന്ന കണ്ടില്ല, ഒരു വണ്ടി പോലും പോകത്തില്ല. ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ എങ്ങനെ കൊണ്ടുപോകും? അതുപോലെ ഇത് കുളമാക്കിയിട്ടൊക്കെ വഴിയാ. ഇതോടൊപ്പം റോഡിന് സൈഡിലൂടെ മാത്രമേ പൈപ്പ് ഇടുന്നതിനു വേണ്ടി കുഴികൾ സ്ഥാപിക്കൂ എന്ന് കരാറുകാർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് റോഡിന്റെ നടുവിലൂടെ വലിയ താഴ്ചയിൽ കുഴിയെടുക്കുകയും പിന്നീട് ശരിയായ രീതിയിൽ മണ്ണുറപ്പിക്കാത്തതിനാൽ മഴ പെയ്ത് വലിയ രീതിയിൽ ചെളി നിറഞ്ഞിരിക്കുന്ന സ്ഥിതി ഉണ്ടായതെന്നും ആശുപത്രി കേസുകൾ വന്നാൽ വാഹനങ്ങൾ പോലും എത്താത്ത സ്ഥിതിയാണുള്ളതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇടപെട്ട് ഞങ്ങളുടെ വഴി വാസയോഗ്യമാക്കി തരണം. ഞങ്ങളുടെ വണ്ടി ഇറങ്ങിയാൽ ഞങ്ങളുടെ വണ്ടി വീട്ടിൽ തന്നെ ഇട്ടിരിക്കുവാണ്. എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ പാടാണ്. നടന്നു പോകാൻ പോലും പറ്റിയല്ല. പിള്ളേരൊക്കെ ഇതിലാണ് തെന്നി വീഴുകയാണ്. രണ്ടാഴ്ചയായി മെമ്പർ ഇതൊന്ന് അന്വേഷിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മെമ്പറിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ് പറയുന്നത്. ഇതോടൊപ്പം കുറച്ചു നാളുകൾക്ക് മുമ്പ് പ്രദേശത്ത് കോൺക്രീറ്റ് റോഡ് കുത്തിപ്പൊളിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് പണികൾ നിർത്തിവെക്കുകയായിരുന്നു. ഇതിനു പുറമെയാണ് വീണ്ടും പൈപ്പിടുന്നതിനായി കുഴിയെടുക്കുകയും റോഡിൽ ചെളികളും മണ്ണുകളും നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുന്നത്. അടിയന്തരമായി കരാറുകാർ പ്രദേശത്ത് മഗ്ഗിറക്കി പ്രദേശവാസികൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും ഇല്ലാത്തപക്ഷം പ്രതിഷേധ സമരം ഉൾപ്പെടെയുള്ളവ നടത്താനാണ് സ്വദേശവാസികളുടെ തീരുമാനം. സിറ്റി വിഷൻ, അയ്യപ്പൻകോവിൽ. ശക്തമായ കാറ്റും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിലുമാണ് ചിന്നക്കനാൽ സിംഗുകണ്ടത്തെ നാട്ടുകാർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന സിംഗുകണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി. രണ്ടാം തവണയാണ് കുമുദം സുരേഷിന്റെ വീട് ചക്കക്കൊമ്പൻ തകർക്കുന്നത്. ശക്തമായ കാറ്റും മഴയുമാണ് ചിന്നക്കനാൽ സിംഗുകണ്ടം മേഖലയിൽ അനുഭവപ്പെടുന്നത്. ഇതിനോടൊപ്പമാണ് കാട്ടാനകളും നാട്ടിൽ നാശം വിതയ്ക്കുന്നത്. ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ജനവാസ മേഖലയിൽ നിന്നും കാട് കയറാൻ തയ്യാറായിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിരവധി ആക്രമണങ്ങളാണ് പ്രദേശത്ത് ചക്കക്കൊമ്പൻ നടത്തിയത്. കഴിഞ്ഞ ദിവസം BL റാവിലെ റേഷൻ കട തകർത്തിരുന്നു. ഇന്നലെ രാത്രിയിലെത്തിയ കൊമ്പൻ സിംഗുകണ്ടത്തെ ഒരു വീട് ഇടിച്ചു നിരത്തി. അമുത സുരേഷിന്റെ വീടാണ് ഇടിച്ചു തകർത്തത്. കുട്ടികളുമായി അമുത തമിഴ്നാട്ടിൽ പോയിരുന്നതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടം ഒഴിവായി. ഇതാ രണ്ടാം തവണയാണ് ചക്കക്കൊമ്പൻ തന്റെ വീട് തകർക്കുന്നതെന്ന് അമുത സുരേഷ് പറയുന്നു. നിലവിൽ ഈ വീട് പണിതിട്ട് ലോൺ വീടിന് അപേക്ഷ വെച്ചായിരുന്നു. അതിന് കിട്ടാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം താമസിക്കാനുള്ള ചെറിയ ഒരു പെറയായിട്ട് സെറ്റ് പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 മാസത്തേക്ക് മുമ്പിൽ വന്നിട്ട് യാണ് തട്ടി ഈ വീട്. അന്നേരവും ഗവൺമെൻറ്റുമായിട്ടോ ഇതുമായിട്ടോ എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഇന്നലെ ഞാൻ നാട്ടിനെ എനിക്ക് 2 പിള്ളേരുള്ളതാണ്. മഴക്കാലം ശക്തമായ സാഹചര്യത്തിൽ പ്രദേശത്തെ തോട്ടങ്ങളിലും കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്ന സാഹചര്യമുണ്ട്. കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ കാട്ടാന എത്തിയാൽ അറിയാൻ കഴിയില്ല എന്നും കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാറും ആവശ്യപ്പെട്ടു. എന്നും ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേന് തന്നെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുകയാണ്. ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴും ഇവിടെ. മഴയും കാറ്റും ഉള്ളതുകൊണ്ട് RRT ടീമിനോ മറ്റു ജനങ്ങളോ ഇതൊന്നും ഈ ആന വരുന്ന ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചക്കക്കൊമ്പൻ ഇതേ വീട് തകർത്തതിനു ശേഷം കടം വാങ്ങിയും മറ്റുമാണ് 2 മുറിയുള്ള ഈ ചെറിയ വീട് നിർമ്മിച്ചത്. ഇതും തകർത്തതോടെ കൊച്ചുകുട്ടികളുമായി ഇനി എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് കുടുംബം. നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ വനം വകുപ്പ് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. വേനൽമഴ പെയ്യുകയും വനത്തിൽ തീറ്റയും വെള്ളം ലഭിക്കുകയും ചെയ്തിട്ടും മൂന്നാർ മേഖലയിൽ കാട്ടാനകൾ കാടിറങ്ങുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നു. നല്ലതണ്ണി ITDയിലാണ് വിരിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന എത്തിയത്. ആന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. കാലവർഷത്തിനൊപ്പം കാട്ടാന ശല്യം കൂടി രൂക്ഷമായാൽ ജീവിതം ദുസ്സഹമാകുമെന്ന് തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു. വേനൽമഴ പെയ്ത് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കുന്നതോടെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനശല്യം കുറയുമെന്നായിരുന്നു തൊഴിലാളി കുടുംബങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ മഴക്കാലം എത്തിയിട്ടും കാട്ടാനകൾ കാട് കയറാൻ തയ്യാറായിട്ടില്ല. നല്ലതണ്ണി ITDയിലാണ് കഴിഞ്ഞ ദിവസം വിരിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന എത്തിയത്. ആന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. നല്ലതണ്ണി കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപമുള്ള പ്രദേശമാണിവിടം. ഈ മേഖലയിൽ ഒറ്റക്കൊമ്പനടക്കം വേറെയും കാട്ടാനകൾ തമ്പടിച്ച് ചുറ്റിത്തിരിയുന്നുണ്ട്. ഇതും ആളുകളിൽ ആശങ്കയാണ്. വനത്തിൽ തീറ്റയും വെള്ളവും ലഭിച്ചു തുടങ്ങിയിട്ടും കാട് കയറാത്ത കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാണ്. കാലവർഷത്തിനൊപ്പം കാട്ടാനശല്യം കൂടി രൂക്ഷമായാൽ ജീവിതം ദുസ്സഹമാകുമെന്ന്
തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നു. കാട്ടാനകൾക്കു പുറമെ പുലിയുടെയും കടുവയുടെയുമെല്ലാം സാന്നിധ്യവും തോട്ടം മേഖലയിൽ കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാറിൽ ഭീതി പരത്തി ആളുകളെ ആക്രമിച്ച തെരുവ് നായ ചത്തു. 10-ലധികം ആളുകൾക്കായിരുന്നു ഇന്നും ഇന്നലെയുമായി മൂന്നാറിൽ തെരുവ് നായയുടെ കടിയേറ്റത്. ഇന്ന് രാവിലെ 2 പേരെ നായ ആക്രമിച്ചിരുന്നു. നായയുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മൂന്നാർ ടൗണിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന തെരുവ് നായ ഒരു ദിവസം മുഴുവൻ ആളുകളിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു. ഇന്നലെയും ഇന്നുമായി 10-ലധികം ആളുകൾക്കാണ് മൂന്നാർ ടൗണിൽ തെരുവ് നായയുടെ കടിയേറ്റത്. ഇന്നലെ വൈകുന്നേരം 3 പേർക്കും ഇന്ന് രാവിലെ 2 പേർക്കും നായയുടെ കടിയേറ്റു. ഒരേ നായയാണ് എല്ലാവരെയും ആക്രമിച്ചത്. ഈ നായ ഇന്ന് ചത്തു. மூணார் பகுதியில் நேற்று கொஞ்சம் பேர்களை வெறிநாய் கடித்துச்சுன்னு சொல்லி நேற்று மூணார் முழுவதும் பரபரப்பாக இருந்துச்சு. அதனுடைய பாகமாக மூணார் பகுதியில் பஞ்சாயத்தில் இருந்து கொஞ்சம் கான்டாக்ட் நம்பரை சோசியல் மீடியாவில் போட்டிருந்தோம். அப்போ இன்னைக்கு காலையில் GH பகுதியில் மரணப்பட்டு கிடக்குன்னு சொல்லி சொன்னாங்க. வந்து பார்த்தா வண்டியில் அடிபட்டு ഇറന്നു കിടന്നിച്ച്. ഇന്നലെ നായ പരിഭ്രാന്തി പരത്തിയതോടെ പിടികൂടുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിനുശേഷവും നായ പരാക്രമം തുടർന്നു. നായയുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ നായയ്ക്ക് പേവിഷബാധയുണ്ടായിരുന്നോ എന്ന കാര്യത്തിലടക്കം പരിശോധന നടത്തി സ്ഥിരീകരിക്കേണ്ടതായുണ്ട്. ഈ നായ മറ്റ് നായ്ക്കളെ കടിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിതി സങ്കീർണമാകും. മൂന്നാർ മേഖലയിലെ തെരുവ് നായ ശല്യം നിയന്ത്രിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. സിറ്റി വിഷൻ, മൂന്നാർ. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് പരിഹാരമാകുന്നു. ചിന്നക്കനാൽ സിംഗുകണ്ടംകാരുടെ പട്ടയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. കൈവശക്കാരുടെ ഭൂമിയാണെന്ന് തിട്ടപ്പെടുത്തുന്നതിന് അടക്കം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വിഷയത്തിന് പരിഹാരം കാണണമെന്ന് റവന്യൂ മന്ത്രി ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ചിന്നക്കനാൽ സിംഗുകണ്ടത്തെ കർഷക കുടുംബങ്ങളുടെ കുടിയേറ്റ കാലം മുതലുള്ള ആവശ്യമാണ് കൈവശ ഭൂമിക്ക് പട്ടയമെന്നത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ പട്ടയം നൽകുന്നതിന് നടപടി ഉണ്ടായില്ല. ഇതോടൊപ്പം പ്രദേശത്തെ കർഷകരെ കുടിയിറക്കുന്നതിനുള്ള നീക്കവും ഉണ്ടായതോടെ പ്രതിഷേധം ശക്തമായി.
തുടർന്നാണ് വിഷയത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ റവന്യൂ വകുപ്പ് മന്ത്രിയെ നേരിൽ കാണുകയും സിംഗുകണ്ടത്തെ കർഷകരുടെ സാഹചര്യം അറിയിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിക്കുവാൻ മന്ത്രി നേരിട്ട് ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകി. ചിന്നക്കനാൽ വില്ലേജിലെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഭൂമി നൽകണമെന്ന ആവശ്യം CPI കേരളത്തിന്റെ റവന്യൂ ഉപമന്ത്രി സഖാവ് രാജന്റെ മുമ്പിൽ നിവേദനം നൽകി ആവശ്യപ്പെടുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ടം പ്രദേശത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസ് റോഡ് സിംഗുകണ്ടം പ്രദേശത്തെ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മേഖലയിൽ പട്ടയം നൽകുന്നതിന് വേണ്ട നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ കൈവശക്കാരെ കണ്ടെത്തുന്നതിനായി സർവേ നടത്തുന്നതിന് നടപടി ആവശ്യപ്പെട്ട ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ടും നൽകി. 34/1 സർവേ നമ്പറിൽ 5000-ഓളം ഏക്കറാണ് സർക്കാർ ഭൂമിയുള്ളത്. ഇവിടെ 5 സെന്റ് മുതൽ 5 ഏക്കർ വരെ കൈവശക്കാരുണ്ടെന്നും ഇവർ 50 വർഷത്തിലധികമായി ഇവിടെ സ്ഥിരതാമസക്കാരാണെന്നുമാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. സർവേ നടപടികൾ ആരംഭിച്ചാൽ അധികം വൈകാതെ പട്ടയം നൽകുന്നതിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ കൈവശ ഭൂമിയിലെ കയ്യേറ്റക്കാരായി കഴിയുന്ന സിംഗുകണ്ടത്തെ കർഷകർ പട്ടയ ഭൂമിക്ക് അവകാശികളായി മാറും. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കൊച്ചിയിലെ ബാറുടമയെ താമസിച്ചിരുന്ന റിസോർട്ടിന്റെ താഴ്ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇയാൾ മുറിയിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എറണാകുളം കാക്കനാട് ഒലിമുകൾ സ്വദേശി ജിനി ജോസഫാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഴയ മൂന്നാർ ഹൈറേഞ്ച് ക്ലബ്ബ് പാലത്തിന് സമീപമുള്ള റിസോർട്ടിലാണ് കൊച്ചിയിലെ ബാറുടമയായ എറണാകുളം കാക്കനാട് ഒലിമുഗർ സ്വദേശി ജിനി ജോസഫ് താമസിച്ചിരുന്നത്. വെള്ളിയാഴ്ചയായിരുന്നു ഇദ്ദേഹം തനിച്ച റിസോർട്ടിലെ 5ാം നിലയിൽ മുറിയെടുത്തത്. ഇന്നലെ രാത്രി 8:30യോടെ ജിനി ജോസഫിനെ റിസോർട്ടിന്റെ താഴ്ഭാഗത്ത് വീണ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് എത്തി മൃതദേഹം തുടർ നടപടികൾ പൂർത്തീകരിച്ച് മോർച്ചറിയിലേക്ക് മാറ്റി. ജിനി ജോസഫ് മുറിയിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിന് സമീപം കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്നാണ് യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. റോഡിൽ വളരെ തിരക്കുള്ള സമയത്തായിരുന്നു യുവാക്കൾ അഭ്യാസ പ്രകടനത്തിന് മുതിർന്നത്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വെച്ചാണ് യുവാക്കൾ ഇത്തരത്തിൽ കാറിൽ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്നായിരുന്നു യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. റോഡിൽ വളരെ തിരക്കുള്ള സമയത്തായിരുന്നു യുവാക്കൾ അഭ്യാസ പ്രകടനത്തിന് മുതിർന്നത്. യുവാക്കൾ സഞ്ചരിച്ച വാഹനത്തിന് പിന്നാലെ എത്തിയവരാണ് സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. മധ്യവേനൽ അവധി ആരംഭിച്ച് ഇത്തവണ മൂന്നാറിൽ തിരക്ക് വർദ്ധിച്ചതോടെ ഇത്തരത്തിൽ വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തിയ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമ നടപടികൾക്കൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും യുവാക്കൾ സാഹസത്തിന് മുതിരുന്നത് ഇപ്പോഴും തുടരുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. ഉപ്പുതറ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി വിൻഡി വാക്ക് ട്രക്കിംഗ് പദ്ധതിയുടെ ഭാഗമായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ക്യാമ്പും സംഘടിപ്പിച്ചു. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ്, ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ, സാങ്ച്വറി ഇടുക്കി, തട്ടേക്കാട് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി, വിൻഡി വാക്ക് ട്രക്കിംഗ് നേതൃത്വത്തിൽ കോതപ്പാറ, കുമരിക്കുളം, കുവലേറ്റം EDCകളുടെ കീഴിൽ വരുന്ന 300ഓളം കുട്ടികൾക്കാണ് പഠനോപകരണ വിതരണം നടത്തിയത്. EDCകളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തുന്ന പഠനോപകരണ വിതരണം നടത്തുന്നതാണ്. 3 EDCകളുടെ സംയുക്ത നേതൃത്വത്തിൽ നടത്തുന്ന വിൻഡി വാക്ക് ട്രക്കിംഗ് പ്രോഗ്രാമിന്റെ പേരിൽ നടത്തിയത്. EDC ചെയർമാൻ ജോമോൻ മണ്ണാറത്ത് അധ്യക്ഷത വഹിച്ച പരിപാടി ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് ഭയങ്കര വിലയാണ്, പുസ്തകത്തിന് ഭയങ്കര വിലയാണ്, ബുക്കിന് ഭയങ്കര വിലയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സഹായം, കൈസഹായമാണ് ഈ തരുന്നത്. അതിന്റെ ഉദ്ദേശം ഈ വരുന്ന ഈ കുഞ്ഞുങ്ങൾ നല്ല പിള്ളേരെ, ഈ പിള്ളേരുടെ മനസ്സിലും വനംവകുപ്പിനോടൊരു സ്നേഹം ഉണ്ടാകണം.
പഠനോപകരണ വിതരണത്തിനൊപ്പം നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് വിമുക്തി നോഡൽ ഓഫീസർ MC സാബുമോൻ നയിച്ചു. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ B പ്രസാദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK സജിമോൻ ജോസഫ് കുട്ടന്തടം, EDC സെക്രട്ടറി B സുജിത്ത് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോരത്ത് മഴ ശക്തം, വിവിധയിടങ്ങളിൽ മരം വീണും മണ്ണിടിഞ്ഞും അപകടം. മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. NDRF സംഘം ജില്ലയിലെത്തി. ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കാറ്റും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിൽ ചിന്നക്കനാൽ സിംഗുകണ്ടം നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തി കാട്ടാന സിംഗുകണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി. അമുദ സുരേഷിന്റെ വീട് തകർക്കുന്നത് രണ്ടാം തവണ. മൂന്നാറിൽ ആളുകളെ ആക്രമിച്ച തെരുവ് നായ ചത്തു. 2 ദിവസങ്ങളിലായി നായയുടെ കടിയേറ്റത് 10 പേർക്ക്. ഇന്ന് കടിയേറ്റ് 2 പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചിന്നക്കനാൽ സിംഗുകണ്ടംകാരുടെ പട്ടയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഭൂമി സർവേ നടത്തണമെന്ന തഹസിൽദാർക്ക് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. നടപടി റവന്യൂ മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, കുർത്തീസ്, ഓവർകോട്ട്, ടോപ്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്. കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.